വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ സുരാജ് വെഞ്ഞാറമൂട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടറാണ് സുരാജ് വെഞ്ഞാറമൂട്. ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, 48 വയസ്സായി പുള്ളിക്ക്. പുള്ളി തുടങ്ങിയ കാലത്ത് വളരെ കൊമേഡിയൻ ആയിട്ടുള്ള ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ മാത്രം ചെയ്തത് ഇന്ന് നായക പദവിയിൽ എത്തി നിൽക്കുന്ന ഒരു ആളാണ് സുരാജ് വെഞ്ഞാറമൂട്. സീരിയസ് റോളും വില്ലൻ റോളും എല്ലാ റോളും പുള്ളിക്ക് വഴങ്ങുമെന്ന് പുള്ളി ഈ പ്രായത്തിലാണ് തെളിയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷെ പുള്ളിയുടെ ശരിക്കും കഴിവുകളൊക്കെ കണ്ടെത്തേണ്ടിയിരുന്നത് ചെറുതിലേ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പൊ പുള്ളി സൂപ്പർ സ്റ്റാർ ആവുമെന്നാണ് എന്റെ ഒരു തോട്ട്. ശരിക്കും തിരഞ്ഞെടുക്കാൻ ആളില്ലാത്ത പോകുന്നതിന്റെ ഒരു നഷ്ടം നമുക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കാണുമ്പോഴാണ്. പുള്ളി ഈ ഒരു 5 കൊല്ലം ഒരു 10 കൊല്ലം അടുപ്പിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായക പദവിയിലേക്ക് ഉയർന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേ ആവേണ്ടായിരുന്നു. നമ്മൾ ലാലേട്ടനൊക്കെ 25 മുതൽ 30 വയസ്സിൽ ഏകദേശം എണ്ണം പറയാത്ത കഥാപാത്രങ്ങളെ ചെയ്ത് വളരെ അടിപൊളി മാസ്മരികമായ കഥാപാത്രങ്ങളാക്കി തീർത്ത ലാലേട്ടനോട് ഉപമിക്കുകയല്ല ഒരിക്കലും, എങ്കിൽ പോലും അത്രയും ആ ഒരു കാറ്റഗറിയിലേക്ക് സുരാജിന് പറ്റുമായിരുന്നു. പക്ഷെ അവസരങ്ങൾ പുള്ളിനെ നിഷേധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും പുള്ളി ഇന്ന് എന്താ പറയാ, നല്ലൊരു പൊസിഷനിലുള്ള ഒരു ആക്ടർ തന്നെയാണ്. സ്വന്തമായി ഒരു പടം വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞൊരു സിനിമ ഞാനിപ്പോ കണ്ടോളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. നല്ല സൂപ്പർബായിട്ട് അഭിനയിച്ചു, ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സൈജു കുറുപ്പിന്റെ ഒപ്പം തന്നെ നല്ല സൂപ്പർബായിട്ട് പുള്ളി അഭിനയിച്ചിരിക്കുകയാണ്. എങ്കിലും ചന്ദ്രിക ഒന്ന് കണ്ടു നോക്കൂ. സുരാജ് വെഞ്ഞാറമൂടിരിക്കട്ടെ എന്നത്തെ മോട്ടിവേഷൻ. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക.